ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അസ്സലാമു അലൈക്കും. ഇതൊരു സൗദി അറേബ്യൻ സ്നാക്സാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി ഓരോരോ ടീസ്പൂണ്, പിന്നെ ഇതേപോലെ ഉള്ളി തണ്ടില്ലേ, ഇത് ഉള്ളിയോടെ, പിന്നെ കുറച്ച് ചിക്കൻ എല്ലില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം കൗകി ഒഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്താൽ നല്ലത്. അതൊന്നും വഴറ്റിയെടുക്കുക. ഒന്നൊരു സ്മെല്ല് വരുമല്ലോ, ആ സമയത്ത് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതിനെ വേവിച്ചിട്ടെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. വേറെ ഓയിലൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട. ആ ഓയിലിൽ തന്നെ, കൗകിയിൽ തന്നെ നല്ലോണം അത് വെന്ത് വരട്ടെ. ഒരു 5 അല്ലെങ്കിൽ 7 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിപ്പം കട്ട പിടിച്ച പോലെ ആയില്ലേ വെന്ത സമയത്ത്. ഇനി ഇതിനെ നമുക്ക് എന്തെങ്കിലും പിന്നെ ചെറിയ അമ്മിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്, ഞാനൊന്ന് പാത്രം മാറ്റിയെടുത്തിട്ടാണേ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഞാൻ സ്റ്റീലിൻ്റെ ബൗളിലിട്ടെടുത്ത് പൊടിച്ചിട്ട് ഒന്ന് അങ്ങോട്ടേന് ഇട്ടെടുത്ത്, പിന്നെ ആ ചിക്കനിലേക്ക് നമ്മൾ ആ ഉള്ളിത്തണ്ടില്ലേ, ആ ഉള്ളിത്തണ്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെക്കുക. മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി വെക്കുക, തുറക്കുക, ഇളക്കി കൊടുക്കുക. അയ്യോ, ഇതൊന്ന് വാടി കിട്ടുന്നവരെ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ് ഞാൻ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പ് പൊടി ഇപ്പോൾ ഇതിലിടുന്ന സമയത്ത് ആടെ പിടിച്ചു പോവും. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇത് മൊത്തം ഡ്രൈ ആയിപ്പോവും. അപ്പം കുറച്ചൊന്ന് ഉപ്പ് കലക്കിയ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ചിട്ടിടുക. നമ്മൾ ആ സൗദി സ്നാക്സിൽ മുളകൊന്നും ചേർത്തില്ല. നമുക്കങ്ങനെ കഴിക്കാനും പറ്റില്ല. ഇത്തിരി എരിവും പുളിയെല്ലാം വേണം, എന്നാലേ നമുക്ക് ഇറങ്ങുള്ളൂ. റയാൻ, ഇങ്ങോട്ട് വാ, തായറങ്ങ്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മൈദപ്പൊടി. നമ്മൾ എത്ര ആളാണ് ഉള്ള അതിനനുസരിച്ചിട്ട് കപ്പ് മൈദ എടുക്കുക. 1-2 കപ്പ് മൈദ എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. രണ്ട് കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് പൊടിക്ക് എന്തായാലും ഒരു 8-9 ബോൾ കിട്ടും നമുക്ക്. പരത്തിയെടുക്കുക. ചൂടുവെള്ളത്തിൽ കുഴക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ബലം പിടിക്കേണ്ടിയില്ല, വേഗം മുറിഞ്ഞ് കിട്ടും, തിന്നാനും പറ്റും. പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന നേരം ഭയങ്കര ഇതായിരിക്കും, പൊറോട്ട മാതിരി വലിച്ചു പിടിക്കേണ്ടി വരും. ഇത് ഞാനൊന്ന് കല്ലിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന്. എന്നിട്ട് നടുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ ചുറ്റിലും വെള്ളം കൊണ്ടൊന്ന് തൊട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് കല്ലിൽ ചൂടാക്കിയതല്ലേ, അപ്പോൾ നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കൂല. അപ്പോൾ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമ്മൾ പോക്കറ്റ് പോലെ മടക്കിയെടുക്കുക. എണ്ണയിൽ മുക്കി പൊരിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, ഉള്ളിൽ എണ്ണയൊന്നും കുടിക്കൂല. പിന്നെ ഞാനിത് കുറച്ച് ഓയിൽ, കവിയല്ല, റൈസ് ബ്രാൻ ഓയിൽ, അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് ചുവന്ന് പോവും, നമുക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 പ്രാവശ്യം മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടിപൊളിയാണ്. നമ്മളങ്ങ് ചൂടാക്കി എടുത്തതുകൊണ്ട് നല്ലൊരു പപ്സ് പോലെ ഉണ്ടാവും. കുട്ടികൾക്ക് നമ്മൾ സ്കൂൾ പോകുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ലഞ്ചിന് കുട്ടികൾക്ക് ഇഷ്ടമാവും, അങ്ങ് കഴിച്ചോളും. ഇത്ര മല്ലിച്ചപ്പും ഉള്ളിത്തണ്ടിൽ ചേർന്നുകൊണ്ട് അതങ്ങ് കഴിച്ചോളും. നല്ല രസമാണ്, ഹെൽത്തിയാണല്ലോ, അധികം എണ്ണയും ചേരുന്നില്ല. ഇനി ഗോതമ്പ് പൊടി എടുത്താലും കുഴപ്പമില്ല. ബൈ, താങ്ക് യു.